ആ ഹൃദയം എനിക്ക് മാത്രം സൂര്യമോനേന്ന് പ്രിയ ചേച്ചി. ഈ ചേച്ചി എടുത്തോ. അതല്ല, അഞ്ജുനെയും നജേനെയും പിന്നെയും സഹിക്കാം പ്രായം. ഈ മുതുക്കി എന്താണ് പ്രിയ പ്രിയ മുതുക്കി സൂര്യഫൻ. ഒരു പാട്ട് പാടാൻ മോനെ, എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. അത് ഞാൻ പുറകില്ല, ഞാൻ പുറത്താ. എടാ നീ കൂട്ടുകാരന്റെ വീട്ടില. ക്ലാസ് എടുക്കുമ്പോ നീ ഏത് എക്സ്പ്രഷനില്ല? ഇത് തന്നെയാണോ? ഇല്ല അതൊന്നുമില്ല. ഡീസെന്റാ? സ്ട്രീറ്റ് ആയിട്ട് ഇച്ചിരി കളിപ്പായിട്ട് ഇരിക്കുവോ. ലേഡീസ് ഒക്കെ ഉണ്ടോ? കളിപ്പൊക്കെ. ഗേൾസ് ഒക്കെ ഉണ്ടോ? പിന്നെ സൂര്യ സാർന്ന് വിളിക്കോ അവര്? എല്ലാ സുരേഷ് സാർ. അപ്പൊ കുറച്ച് ജാടയൊക്കെ ഇട്ട് നിക്കൂലേ? ഇപ്പൊ ഇത്തിരി ജാടയൊക്കെ ഇട്ട് നിക്കൂലേ പറയാ? എന്ത് ചെയ്യാനാ, അവിടെ പിള്ളേര് ഒരു 3/4% ടോട്ടൽ പിള്ളേരിലെ പെൺപിള്ളേരാ കൂടുതൽ, ആൺപിള്ളേര് കുറവാ. ആമ്പിള്ളേർക്കൊക്കെ നീ ശത്രുവായിരിക്കും. സൂര്യ സാറോ? സൂര്യ മലർമിസ് പോലെ ആയിപ്പോ. എന്താ ചെയ്യാ? ടൂറും കൂടെ കഴിയുമ്പോ എന്താവോ എന്തോ. ടൂർ പോണ്ടോ? ഐവിക്ക് പോകുന്നുണ്ട്. മെയിൽ സ്റ്റാഫ് ഞാനാണ്. എപ്പോ എവിടെ? 10 തൊട്ട് 14 വരെ ഊട്ടി വയനാട്, പിന്നെ 18 തൊട്ട് 23 വരെ ഗോവ. നിനക്ക് ഫീസ് ഉണ്ടോ? ഫ്രീയാ. എടാ ദുഷ്ടാ, നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണല്ലേ? കൊള്ളാം. 2 മെയിൽ സ്റ്റാഫേ ഉള്ളൂ, ബാക്കി 10 ഫീമെയിൽ സ്റ്റാഫാ ഉള്ളത്. ഒരു മെയിൽ സ്റ്റാഫ് എന്തായാലും പോകണം, കൂടെ ഉള്ളവർക്ക് പോകാൻ വയ്യ, എന്നാലും ഞാൻ പോകണം എല്ലാത്തിനും. എന്താ ചെയ്യാ? മറ്റേ രോഗി എല്ലാവർക്കും ഞാൻ മതി. അതന്നെ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് അല്ലേ? ആദ്യം വന്നപ്പോ പിള്ളേരെല്ലാം പെൺപിള്ളേര് സാറ് ടൂറിന് വരുന്നുണ്ടോ, ഞാൻ പറഞ്ഞ അറിയത്തില്ല, ഞാൻ വന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ ചോദിക്കുന്നത് സാർ ഏത് ബസ്സിലാ വരുന്നത്, ഏത് ബസ്സിലോ, 1-ലാണോ 2-ലാണോ വരുന്നത്. അവർക്ക് സീറ്റ് പിടിക്കണ്ടേടാ സാറിനെ കൊണ്ട്. എനിക്ക് പകുതി വരെ ഫുള്ള് വേണം ബ്ലിങ്കു. ഞാൻ വരുന്നു, ഇവിടെ ഉണ്ട്. എന്നാ എന്റെ ഹേർട്ട് എടുത്തോന്ന് നജ. എല്ലാരും ക്യൂ നിക്ക്, ഞാൻ എടുത്തോളാം, നീ വാ. എന്റെ ഹേർട്ട് തരാം. നജ രാഹുലെ നീയൊക്കെ ഔട്ടടാ, ഔട്ട്. റിയേച്ചി വിളിക്കുന്നുണ്ട്, നജ ഡി വിളിക്കുന്നുണ്ട്, ബ്ലിങ്കു. ഒരു പാട്ട് പാടും മോനെ പറയണോ? നജ എന്റെ ഉപ്പ് ഹേർട്ട് മാത്രമേ ഉള്ളൂ. എവിടെയും നജ എന്റെ ഹാർട്ട് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. പറഞ്ഞു കൊടുക്ക് പ്രിയ ചേച്ചി അങ്ങോട്ട്. രാഹുലേട്ടാ പറയുന്ന നജുകുട്ടി, നീ രാത്രി ലൈവ് വരൂലേടാ? ഇന്ന് ചിലപ്പോ ഇടുവായിരിക്കും, അറിയത്തില്ല. ഇന്നത്തെ അവസ്ഥ അറിയത്തില്ല ഇനി അങ്ങോട്ടുള്ള. എടാ എത്ര വയസ്സുണ്ട്? ക്രിക്കറ്റിൽ 24. അപ്പൊ ഡോണ്ടു കൊറേ കഴിഞ്ഞ മുണ്ട് ഒളിഞ്ഞു നോക്കുന്ന സൂര്യ ഹായ് മുണ്ടു ഹായ്. സദ്യ സദ്യ കഴിച്ചാ? പൊതിച്ചോറ് കുറവായിരുന്നു. അതെയോ? സൂര്യ ഹായ് പറയുന്നു മുണ്ടു. മുതുക്കിയോ? ചേച്ചി പ്രായത്തിൽ എന്തിരിക്കുന്നു അല്ലേ സൂര്യ? പറ. അതെ പ്രായത്തിൽ എന്തിരിക്കും, എനിക്ക് പ്രായം കൂടിയതുള്ള താല്പര്യം. എടാ പരട്ടെ. കൂടെയുള്ള ടീച്ചർമാർക്കൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് പെൺപിള്ളേർക്ക് പ്രായം കൂടി ആൺപിള്ളേരെ നോക്കാം, ആൺപിള്ളേർക്ക് പ്രായം കൂടി പെൺപിള്ളേരെ നോക്കിയാലെന്താ? നോക്കാലോ. അതാണ്, അതൊക്കെ ഉള്ളൂ. ധോണിന്റെ വൈഫൊക്കെ പ്രായം കൂടിയതല്ലേ? കെട്ടി പിള്ളേരായാലും നമുക്കെന്താ പ്രശ്നം, നോക്കാലോ. പ്രിയ ചേച്ചി പൊട്ടിയ ചങ്ക് ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കുന്നു. നാട്ടിച്ച് കുരിപ്പ് അപമാനിച്ചെന്ന് പറയും പ്രിയ ചേച്ചി. മണിയേട്ട നിങ്ങളുടെ പൊണ്ടാട്ടി കൈവിട്ട് പോയേ പറയുന്നുണ്ട്. പ്രിയ ചേച്ചി എന്റെ ചങ്ക് പൊട്ടിപ്പോയി ഒരു നജകുട്ടി. നജമോളെ മുണ്ടു നജേ എത്രയിലാ പഠിപ്പിക്കുന്നേ? ഞാൻ കോളേജിലാണ് പഠിപ്പിക്കുന്നത്, കോളേജ് സ്റ്റുഡൻസ്. അമ്മ വലിയ പിള്ളേർ ഓൺലി. വലിയ പിള്ളേരുള്ളത് ഇതും ഡിപ്ലോമ ആയതുകൊണ്ട് എല്ലാ പ്രായക്കാരും ഉണ്ട്. ഇവന്റെ സ്റ്റുഡൻസിന് വേഗ പ്രായമുണ്ട്. അതെ. മണിയേട്ട എന്നെ രജിച്ചേട്ടനെ കൈ പിടിച്ചു കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ചാടി ഇവിടെ എത്തി. ചേച്ചി ഡോണ്ട് മുണ്ടു ഹാ പറയണ നജകുട്ടി. പറ്റിയ പ്ലേസ് പറയണ അമ്മ. ഭയങ്കര ശരിക്കുന്ന മുണ്ടു ഹായ്. സാംബ്രോ ഹായ്. സാമേട്ട നജ ഫാ. സ്കൂളിൽ നിന്ന് ഗോവ ട്രിപ്പോ? കോളേജ്. നിന്റെ മറ്റേ ടീച്ചേഴ്സിനൊക്കെ എത്ര ഏജ് ഉണ്ട്? ലേഡീസ് ടീച്ചേഴ്സിനൊക്കെ എത്ര ഏജ് ഉണ്ടടാ? അവർക്ക് 23, 24.